ഈ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്നുള്ള നാടകത്തിനാണല്ലോ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന അവാർഡ്. അത് അതെ. കാട്ടുകുതിരയ്ക്ക് മുമ്പല്ലേ? അല്ല, കാട്ടുകുതിരയ്ക്ക് ശേഷം. കാട്ടുകുതിരയ്ക്ക് ശേഷമാണ്. ഈ കാട്ടുകുതിര എല്ലാവരും പറയുന്ന ഒരു സിനിമ പോപ്പുലർ ആവുന്ന പോലെ കേരളത്തില് ജനകീയമായ ഒരു നാടകമാണെങ്കിലും അതിനല്ലാന്ന് തോന്നുന്നു. കാട്ടുകുതിരക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ല. മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ആ വർഷം MS തൃപ്പൂണിത്തറക്ക് വേറൊരു നാടകത്തിലാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കൊടുത്തത് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് രാജേട്ടന് അന്നേരം ഭയങ്കര വിഷമമായിരുന്നെങ്കിലും പിന്നീട് മുല്ലപ്പൂക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് കിട്ടിയത് എൻ്റെ നാടകം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയിൽ 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡും കിട്ടി. അങ്ങനെ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം. അന്നും ഈ കാട്ടുകുതിരക സിനിമയായപ്പോ രാജനല്ല ആ വേഷം ചെയ്തേന്നുള്ളതും വലിയ സങ്കടമായിരുന്നു എന്നുള്ളത്. അയ്യോ, ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വേഷത്തിലേക്കെങ്കിലും വിളിക്കുമെന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതായത് കൊച്ചുവാവ കിട്ടിയില്ലെങ്കിലും കൊച്ചുവാവയുടെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, കൊച്ചുരാമൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേഷത്തിലേക്ക് എന്നുള്ള രീതിയിൽ SL പുരത്തിനൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിനെ എന്തോ അതിൽ വിളിച്ചില്ല. പക്ഷെ ആ ഒരു എന്തോയേ ഉള്ളൂ ഇല്ല, കാരണം അതൊരു വിധിയാണ്. അത് ട്രൂപ്പിന്ന് മാറിയല്ലോ രാജേട്ടൻ. സൂര്യസ്വാമിന്ന് മാറി ഹരിശ്രീയിൽ പോയി. അപ്പൊ വേറൊരു ആർട്ടിസ്റ്റായി മാറിയല്ല, സൂര്യസ്വാമിയുടെ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ പുള്ളിനെ ഒഴിവാക്കിയിട്ട് അന്ന് പിന്നെ രാജേട്ടൻ സിനിമയിൽ സ്റ്റാർ ആയിട്ടില്ല. അപ്പൊ ഒരു പുതുമുഖത്തിന് വെച്ചിട്ട് കൊച്ചുവാവ ചെയ്യണ്ട എന്ന് വിചാരിച്ചു കാണും. പിന്നെ ഒരു പക്ഷേ തിരിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കണം, അങ്ങനെ വരുന്ന ചില സാധനങ്ങള് നമ്മളിപ്പോൾ സിനിമയിൽ ചെയ്താലും അത് നാടകത്തിൽ ചെയ്യുന്നത് ഇത്ര നാളെ ചെയ്തത് അതുപോലെ സിനിമയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന് ഒരു കാരണം കിട്ടിപ്പോവും. ആളുകൾക്ക് ഇപ്പൊ അതിനേക്കാൾ ഉപരി അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കല് ഒരു പ്രധാനപ്പെട്ട നടനെയൊക്കെ നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സിനിമയുടെ വ്യാവസായികമായ കാര്യം. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയില് ഇപ്പൊ വാനപ്രസ്ഥം പോലൊരു പടത്തില് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കഥകളി നടൻ ലാലേട്ടനോടൊപ്പം കഥകളി കളിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതമായിട്ട് ആരും പറയില്ലല്ലോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി വേറൊരു ആർട്ടിസ്റ്റ് സ്ക്രീനിൽ ചെയ്തു എന്നേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു പോകാമായിരുന്നു. അതുകൊണ്ടായിരിക്കും വേറൊരു സിനിമ വരുന്നതും വേറൊരു വേഷം വരുന്നതും ചെയ്തു പോകുന്നതും. ഇതിന്റെ ഷൂട്ടിംഗ് നിങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ. കൊച്ചുവാവയുടെ തറവാടായിട്ട് കാണിക്കും കാട്ടുകുതിര. അതെ. അപ്പോൾ അതിൽ പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഈ യൂണിറ്റ് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജാഥയായിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം അന്ന് എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പോൾ ആളെ എടുത്ത് ഇങ്ങനെ എളിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഡാഡിച്ച് ഇങ്ങനെ ഈ വണ്ടി പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. ഡാഡിച്ച് ഇങ്ങനെ പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ളത്. കാര്യം ഇത് ദൂരെ എവിടെയാണെങ്കിൽ പോലും അത്രയും വിഷയമില്ല. അപ്പോൾ പറയുന്ന ഇതിൽ ഈ പോകുന്നൊരു വണ്ടിയിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി ഞാൻ ചെയ്യേണ്ട ഒരു വേഷമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ വണ്ടി പോണ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ ആദ്യ വർഷമാണ്. അപ്പോൾ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖം മുഴുവനും പങ്കുവെച്ചേക്കണ കൂടുതൽ എൻ്റെ അടുത്താണ്. അപ്പം ഞാനത് ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജേട്ടൻ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ചെയ്ത പോലെ തന്നെ സിനിമയിലും ചെയ്തു എന്നുള്ള നാടകം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. കണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് രാജേട്ടൻ ചെയ്യാതിരിക്കുമ്പോഴാണ് രാജേട്ടനെ കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ രാജേട്ടന് വേറെ പടങ്ങൾ വരും, ഞാൻ എഴുതുന്ന പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ വരും, വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ്. അന്ന് സിനിമ എഴുതുമെന്ന് പോലും എന്റെ സ്വപ്നത്തിലില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഞാനൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിലൊക്കെ രാജേട്ടൻ അഭിനയിക്കും.